തീർച്ചയായും അമൃത, ആവേശം കൊട്ടിക്കയറുക തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് തൊടുപുഴ നഗരസഭയിലെ 2-ാം വാർഡിലാണ്. 2-ാം വാർഡിൽ അതീവ ആവേശകരമായ കൊട്ടിക്കലാശ പരിപാടികളാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് 2-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി KK ഷിംനാസിന്റെ പ്രചരണ പരിപാടികളിലാണ്. വലിയ പ്രചരണ പരിപാടി ജനകീയ പങ്കാളിത്തത്തോടുകൂടി നാസിക് ഡോളുകളും മറ്റും ചുവന്ന കളറൊക്കെ വാരി തൂകി അങ്ങനെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി വലിയ ആഘോഷത്തോടെയാണ് ഇവിടെ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. LDFന്റെ 4 സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് തുറന്ന ജീപ്പിൽ ആനയിച്ചുകൊണ്ടുള്ള വിപുലമായ കൊട്ടിക്കലാശ പരിപാടികളാണുള്ളത്. വലിയ ജനപങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതീവ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഭരണം നിലനിർത്താൻ UDFന് കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതാണ്ട് 4.5 വർഷത്തോളം കാലം ഭൂരിപക്ഷം ഇല്ലായിരുന്നിട്ട് കൂടിയും ഭരണം പിടിച്ചെടുക്കാൻ LDFനായ സാഹചര്യം അടക്കം ഉള്ള ഒരു നഗരസഭ കൂടിയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി അതീവ ശക്തമായിരിക്കും ഇത്തവണത്തെ മത്സരം എന്നുള്ളതാണ്. അത് പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് ഈ കൊട്ടിക്കലാശ പരിപാടികളും ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. വലിയ ജനപങ്കാളിത്തമാണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എല്ലാവരും തന്നെയും വലിയ ജനകീയമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കൊട്ടിക്കലാശ പരിപാടിയിൽ ഇവിടെ വെങ്ങല്ലൂരിൽ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ വലിയ ആവേശത്തിലുള്ള കൊട്ടിക്കലാശ പരിപാടികൾ നടക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിൽ UDFന്റെ നേതൃത്വത്തിലും പ്രവർത്തകരുടെ നേതൃത്വത്തിലും വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൊടുപുഴയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘാടന പരിപാടികൾ, കൊട്ടിക്കലാശ പരിപാടികൾ തൊട്ടപ്പുറേ സൈഡിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മേഖലയിൽ CPMന്റെ ഒരു കേന്ദ്രീകൃത വലിയ ശക്തിയുള്ള പ്രദേശമാണ്. CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇവിടെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഉഷാറായിട്ട്. ഇവിടെ വേറെ ഒന്നുമില്ല. LDF മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രചരണ പരിപാടികൾ? അതിഗംഭീരമായി നടക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര ഭൂരിപക്ഷം നൽകാൻ കേരളത്തിലെ ജനത ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുന്നോടിയാണ് ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 2-ാം വാർഡിൽ ഈ കാണുന്നത്. 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രശ്നങ്ങളും ഈ നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ വിജയം പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും ഉള്ള വിധിയെഴുത്തും കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഗംഭീര വിജയം കേരളം ചുവക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചുവക്കും. ഇടതുപക്ഷ കൊട്ടിക്കലാശം പവറാണോ? പിന്നെ അടിച്ചു പൊളിക്കുമല്ലേ? വലിയ പവറാണ്. അപ്പൊ ചെറുപ്പക്കാരുടെയൊക്കെ വലിയ പങ്കാളിത്തം കൊട്ടിക്കലാശ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ കൂടിയാണ് തൊടുപുഴ നഗരസഭയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം വലിയ വിപുലമായ കൊട്ടിക്കലാശ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് ഈ മേഖല വെങ്ങല്ലൂരിലെ 2-ാം വാർഡാണ്. ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായി LDFന്റെ പ്രതിനിധി ജയിച്ചു നിൽക്കുന്ന വാർഡാണ് 2-ാം വാർഡ്. അവിടെ നിലവിലുള്ള സിറ്റിംഗ് വാർഡ് മെമ്പർ തന്നെയാണ് മത്സരിക്കുന്നത് LDFന് വേണ്ടിയിട്ടുള്ള. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ വിപുലമായിട്ടുള്ള പരിപാടിയാണ്. കൂടാതെ സമീപ പ്രദേശങ്ങളിലെ LDF സ്ഥാനാർത്ഥിമാരുടെ പ്രചാരണാർത്ഥം കൂടിയിട്ടാണ് ഇപ്പോൾ ഈ റോഡ് റാലി, ഓപ്പൺ തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള ഈ റാലി ഇപ്പോൾ തൊട്ടടുത്തുള്ള വെങ്ങല്ലൂർ ജംഗ്ഷനിൽ സമാപിക്കും. അവിടെ വെച്ച് വലിയ കൊട്ടിക്കലാശ പരിപാടികൾ ഉണ്ടാവും. അവിടേക്ക് UDFന്റെ പ്രവർത്തകർ കൂടിയും എത്തുന്നതോടുകൂടി തൊടുപുഴ നഗരസഭയിലെ കൊട്ടിക്കലാശം അതിന്റെ പരിപൂർണമായ ശക്തിയിലേക്ക്, ഭംഗിയിലേക്ക്, ചൂടിലേക്ക് എത്തിത്തീരുമെന്നും നമുക്ക് കാണാൻ കഴിയും. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒട്ടാകെയും ആവേശത്തിലാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ ഏറ്റവും വേരുകളിലേക്ക് എത്തുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിന്റെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ വരെയും നേരിട്ടിടപെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് അതിന്റെ ആവേശം അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത്. മോനെ, എങ്ങനെ? ഉഷാറാണ്? പവറാണ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യം LDF തന്നെ ജയിക്കും. അതന്നെ LDF തന്നെ ജയിക്കാൻ. ജയിക്കും. 2-ാം വാർഡ് ചെങ്കൊടി പാറിക്കും. ഓക്കെ, അങ്ങനെ വലിയ ആവേശമാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ഇത് ഒരു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കൂടി കണക്കാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ അമൃത. അതുകൊണ്ട് ആ സെമി ഫൈനലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൂടി കാണുന്നത്. അതിന്റെ ആവേശം ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് വലിയ ആവേശത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള അതിന്റെ ആ പ്രചരണ പരിപാടികളുടെ സമാപനം ആ ഭംഗിയിൽ തന്നെയും തൊടുപുഴയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അമൃത. അതാണ് ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ആവേശ കൊടുമുടിയിലാണ് കലാശക്കൊട്ട്.